ഇന്ന് രാസബന്ധനം എന്ന ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9ലെ 3rd ലെസന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് അയോണിക ബന്ധനം എന്താണ്, ആദ്യം കെമിക്കൽ ബോണ്ടിങ് എന്താന്ന് പഠിച്ചു, അതിൽ അയോണിക ബന്ധനം എന്താന്ന് പഠിച്ചു. അയോണിക ബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അയോണിക സംയുക്തങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നടത്തിയത്. അപ്പോൾ എന്താണ് അയോണിക സംയുക്തം എന്ന് പറയുന്നത്, അല്ലെ അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ്, അല്ലെ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവർ പോസിറ്റീവ് അയോൺ ആയിട്ടും ഇലക്ട്രോൺ നേടുന്നവര് നെഗറ്റീവ് അയോൺ ആയിട്ടും മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിന് കാരണമാകുന്നത്. അയോണിക ബന്ധനത്തിലൂടെ ഈ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്, അല്ലെ. പിന്നെ അയോണിക ബന്ധനം വഴി ഉണ്ടാവുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്താന്നുള്ളത് നോക്കാം. സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്താണ്? ഓക്കെ, അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് അയോണിക ബന്ധനം, രണ്ടാമത് പഠിക്കാനായിട്ട് പോകുന്നത് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചാണ്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാനോ? ഓക്കെ, കോവാലന്റ് ബോണ്ടിങ് നോക്കാം. ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നത് മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ് കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ്, അല്ലെ. Na+Cl- അയോണും ഫോം ചെയ്യുന്ന എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. നോക്കിയേ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവയുടെ തന്മാത്രകൾ രൂപം കൊണ്ടിരിക്കുന്നത് 2 ആറ്റങ്ങൾ ചേർന്നാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്, അല്ലെ. 2 ആറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജന്റെ ഒരു തന്മാത്ര ഫോം ചെയ്തത്. ഈ 2 തന്മാത്രകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞോളൂ. 2 ആറ്റങ്ങൾ ചേർന്നാണ് അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ തന്മാത്രകളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ദ്വയാറ്റോമിക തന്മാത്രകളിൽ ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ബോണ്ടിങ് ആണ്. ഫ്ലൂറിൻ തന്മാത്ര എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫ്ലൂറിൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക വിന്യാസമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, 9 ആറ്റോമിക നമ്പർ വരുന്നത്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ, അല്ലെ, 9 ഇലക്ട്രോണുകൾ വരുമ്പോൾ നമുക്ക് 2, 7 എന്ന് എഴുതാം. 2, 7. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 7 ഇലക്ട്രോൺ ആണ് ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത്. അഷ്ടക വിന്യാസം ലഭ്യമാവാൻ വേണ്ടി അല്ലെങ്കിൽ അഷ്ടകം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ കൂടി ആർക്ക് വേണം? ഫ്ലൂറിൻ ആറ്റത്തിന് വേണം, അല്ലെ. അപ്പൊ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ നിന്ന് മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറ്റം സാധ്യമാണോ? അങ്ങനെയെങ്കിൽ അഷ്ടക വിന്യാസം നേടാൻ ആറ്റങ്ങൾക്കിടയിൽ എന്ത് തരം ക്രമീകരണമായിരിക്കും നടന്നിട്ടുണ്ടാവുക? നോക്കാം. ഫ്ലൂറിൻ തന്മാത്ര, ഒരു ഫ്ലൂറിൻ തന്മാത്രയിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? F2 ആണ് ഒരു തന്മാത്ര, അല്ലെ. ഫ്ലൂറിന്റെ 2 ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു തന്മാത്ര ഫോം ചെയ്തത്. അപ്പോ ഇവിടെ മറ്റൊരു എഫും ഇതുപോലെ തന്നെയുണ്ട്, കണ്ടല്ലോ. ഇവ തമ്മിൽ സംയോജിച്ചിട്ട് ഈ 2 ഇലക്ട്രോണുകളെ തമ്മിൽ ഷെയർ ചെയ്തപ്പോ കണ്ടോ, ഈ 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഷെയർ ചെയ്തു. ഈ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്യാണ് ഇവർ ചെയ്തത്, അല്ലെ. അപ്പൊ ഇലക്ട്രോണുകളെ പങ്കുവെച്ചപ്പോ 2 പേർക്കൂടെ സ്റ്റെബിലിറ്റി ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ അല്ലെ. അപ്പൊ ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടാണ് അഷ്ടക നിയമം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓരോ ഫ്ലൂറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കാനായി നൽകിയത്? ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റം ഈ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം ഈ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അപ്പോൾ ഫ്ലൂറിൻ തന്മാത്രയിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെയാണ് ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ടത്. മനസ്സിലായല്ലോ? ഈ ഒരു ജോഡി, 2 ഇലക്ട്രോൺ ആണ് ഒരു ജോഡി, അല്ലെ. ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് ഇവര് പങ്കുവെച്ചത്. ഓക്കെ ആയി ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്തതിലേക്ക് വരാം. ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെ ഉണ്ടാവുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെ ഉണ്ടാവുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ അവിടെ ഏതാണ്? ഏകബന്ധനമാണ്, അല്ലെ സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ഫ്ലൂറിൻ പങ്കുവെച്ചത് കണ്ടില്ലേ, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ ഫ്ലൂറിന്റെ പ്രതീകം ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിയേ, നോക്കണേ. ഫ്ലൂറിൻ കണ്ടോ, ഏകബന്ധനമാണ്.
തന്മാത്രയിലെ ആറ്റങ്ങൾക്കിടയിൽ ചെറിയ ഒരു വര ഉപയോഗിച്ച് ഏകബന്ധനം സൂചിപ്പിക്കാം. അപ്പൊ ഏകബന്ധനം. ഇനി ദ്വയ ആറ്റോമിക തന്മാത്രയായിട്ടുള്ള ഓക്സിജന്റെ രാസബന്ധനം എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ ആണ് അല്ലെ. 2 6 2 6 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഇവിടെയും 6 ഇലക്ട്രോൺ, രണ്ടുപേർക്കും 8 എണ്ണം വീതം കിട്ടണ്ടേ. അപ്പൊ നോക്കിയേ, ഈ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്യും. അതുപോലെ ഈ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്യും. അവിടെ എന്തായി? ഒരു ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി. ഓക്സിജൻ തന്മാത്രയിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്? 2 ജോഡിയാണ്. അപ്പോൾ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാവുന്ന കോവാലന്റ് ബോണ്ടിനെ ആണ് എന്ത് പറയുന്നത്? ദ്വിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നൈട്രജന്റെ കേസിലാണെങ്കിൽ കണ്ടോ, ഈ 3 ഇലക്ട്രോണുകൾ ഇവിടെയുണ്ട്, ഈ ആറ്റത്തിലുണ്ട്. അതുപോലെ ഈ ആറ്റത്തിലുള്ള 3 ഇലക്ട്രോണുകളെ തമ്മിൽ ഷെയർ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഓരോരുത്തർക്കും 8 എണ്ണം വീതം കിട്ടി സ്റ്റെബിലിറ്റി പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാവുന്ന സഹസംയോജക ബന്ധനമാണ് ത്രിബന്ധനം. ത്രിബന്ധനത്തിന് എക്സാമ്പിൾ ആണ് നൈട്രജന്റെ കേസ്. ദ്വിബന്ധനമാണെങ്കിൽ ഓക്സിജൻ ആണ്. ഏകബന്ധനമാണെങ്കിൽ ഫ്ലൂറിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ത്രിബന്ധനം സൂചിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. കണ്ടില്ലേ? ഈ രീതിയിലാണ് സൂചിപ്പിക്കുക. ഇനി ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു ജോഡി ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കലിലൂടെ ഏകബന്ധനം ഉണ്ടായി. എന്നിട്ട് തൊട്ടടുത്ത ഉത്കൃഷ്ടവാതകമായ ഹീലിയത്തിന്റെ ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുകയും ചെയ്തു. അപ്പോ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നീ മൂലക തന്മാത്രകളിലെ രാസ സംയോജന ബന്ധനമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസാണ്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ, പിന്നെ അതുപോലെ ക്ലോറിന്റെ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലെ. അപ്പോ ഇത് തമ്മിൽ ഷെയർ ചെയ്തിട്ട് കണ്ടോ, ഈ 2 ഇലക്ട്രോൺ, ഹൈഡ്രജന്റെ ഈ ഒരു ഇലക്ട്രോണും ക്ലോറിന്റെ ഈ ഒരു ഇലക്ട്രോണും തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്തിട്ട് HCl എന്ന് പറയുന്ന ഒരു സംയുക്തം ഫോം ചെയ്തു. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസിൽ ഏകബന്ധനമാണ്. കണക്ഷൻ ഉള്ളത്. ഓക്കെ. ഇനി അടുത്തത് ജലത്തിന്റെ കേസാണ്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ്, ജലം, ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ SCERT-യിൽ എടുത്ത് പറയുന്നത് കൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി H2O കേസിൽ കണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജന്റെ ആറ്റം ഉണ്ട്, ഇവിടെ നമുക്ക് 6 ഓക്സിജനും ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജന്റെ ഇവിടുത്തെ ഈ ഒരു ഇലക്ട്രോണും ഈ ഒരു ഓക്സിജന്റെ ഇലക്ട്രോണും തമ്മിൽ ഷെയറിങ് നടന്നു. അതുപോലെ തന്നെ ഈ ഓക്സിജന്റെ ഇലക്ട്രോണും ഇവിടെയുള്ള ഹൈഡ്രജന്റെ ഇലക്ട്രോണും തമ്മിലുള്ള ഷെയറിങ് നടന്നു. അങ്ങനെ ആയപ്പോൾ മൊത്തം 8 ഇലക്ട്രോൺ ആയല്ലോ. ഓക്സിജന് 8 എണ്ണം കിട്ടി, ഹൈഡ്രജൻ 2 എണ്ണം കിട്ടി, സ്റ്റേബിൾ ആവുകയും ചെയ്തു. ഇനി നമുക്ക് എന്താണ് കോവാലന്റ് കോമ്പൗണ്ട്സ് എന്നുള്ള ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാവുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് പറയുന്നു. ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നത് മൂലം ഉണ്ടാവുന്ന രാസബന്ധനമാണ് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജന ബന്ധനം എന്ന് പറയുന്നത്. അതിൽ ഏകബന്ധനമുണ്ട്, ദ്വിബന്ധനമുണ്ട്, ത്രിബന്ധനമുണ്ട് നമ്മൾ പഠിച്ചു. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാവുന്ന സംയുക്തങ്ങളെ കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായിട്ട് സഹസംയോജക സംയുക്തമാണ് ഫോം ചെയ്യുന്നത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായിട്ട് എന്താണ്? സഹസംയോജക സംയുക്തമാണ് ഫോം ചെയ്യുന്നത്. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ HCl എന്താണ്? 2 അലോഹങ്ങളാണ്. ഇനി അയോണിക സംയുക്തമാണെങ്കിലോ? സംയുക്തമാണെങ്കിൽ ഒരു ലോഹവും ഒരു അലോഹവും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. NaCl, ഓക്കെ, സോഡിയം എന്ന് പറയുന്ന ഒരു ലോഹമാണ്, മൃദു ലോഹമാണ്, എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ Cl, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു അലോഹമാണ്. അപ്പൊ അയോണിക സംയുക്തമാണെങ്കിൽ ഒരു ലോഹവും ഒരു അലോഹവും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ സഹസംയോജക സംയുക്തം ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 അലോഹങ്ങൾ ആയിരിക്കും അവിടെ കോമ്പിനേഷൻ വരുന്നത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സാധാരണയായിട്ട് സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ അയോണിക സംയുക്തങ്ങളുടെ പൊതുസവിശേഷതകൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ സഹസംയോജക സംയുക്തങ്ങളുടെ പൊതുസവിശേഷതകളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടും പ്രത്യേകം പഠിച്ചു വെക്കുക. കാരണം അതും അപ്പുറത്ത് നമ്മൾ പഠിച്ച അയോണിക സംയുക്തങ്ങളുടെ പൊതുസവിശേഷതയും ഈ കോവാലന്റ് കോമ്പൗണ്ടിന്റെ പൊതുസവിശേഷത തമ്മിൽ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കാം.
അപ്പൊ നോക്കാം, സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അയോണിക സംയുക്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എന്താണ്, ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടൂല, ഉരുകിയ അവസ്ഥയും ജലീയ അവസ്ഥയിലുമാണ് വൈദ്യുതി കടത്തിവിടുന്നതെന്ന് അല്ലെ. പക്ഷേ ഈ സഹസംയോജക സംയുക്തങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് ഇവ എന്തല്ല, വൈദ്യുത ചാലകങ്ങളല്ല എന്നാണ് പറയുന്നത്. വൈദ്യുത ചാലകമല്ല. സഹസംയോജക സംയുക്തം വൈദ്യുത ചാലകമല്ല. എന്നാൽ അയോണിക സംയുക്തം എന്താണ്, ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടൂല, പക്ഷെ ഉരുകിയ അവസ്ഥയിലും ജലീയ അവസ്ഥയിലും ഒക്കെ വൈദ്യുതി കടത്തിവിടുമെന്ന പോയിന്റ് പഠിക്കുക. അടുത്തത്, ഈ സഹസംയോജക സംയുക്തങ്ങളുടെ ഉരുകൽ നില, അതായത് മെൽറ്റിംഗ് പോയിന്റും തിളനിലയും പൊതുവെ കുറവാണ്. പക്ഷേ അയോണിക സംയുക്തത്തിന്റെ കേസിൽ എങ്ങനെയാണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഉയർന്നതാണ്. സഹസംയോജകമാണെങ്കിൽ അത് പൊതുവെ കുറവാണ്. രണ്ടും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു ബോക്സ് പോലെ സെറ്റ് ചെയ്തിട്ട് സഹസംയോജക സംയുക്തം ഒരു ബോക്സിലും അതുപോലെ അയോണിക സംയുക്തം മറ്റൊരു ബോക്സിലും ആക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത്, മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായ ഓർഗാനിക് ലായകങ്ങളിൽ ഇവ ലയിക്കാറുണ്ട്. മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായിട്ടുള്ള ഓർഗാനിക് ലായകങ്ങളിൽ ഇവ ലയിക്കാറുണ്ട്. സഹസംയോജക സംയുക്തങ്ങൾ ലയിക്കാറുണ്ട്. എന്നാൽ അയോണിക സംയുക്തത്തിന്റെ കേസിൽ എന്താ പറഞ്ഞത്, പോളാർ ലായകങ്ങളിലാണ് ലയിക്കുന്നത് അല്ലെ. ജലം പോലെയുള്ള പോളാർ ലായകങ്ങളിൽ ലയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സഹസംയോജക സംയുക്തത്തിന്റെ കേസിൽ ജലത്തിൽ ലയിക്കില്ല, പകരം ലയിക്കുന്ന എവിടെയാ, മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായിട്ടുള്ള ഈ ഓർഗാനിക് ലായകങ്ങളിലാണ് ഇവ ലയിക്കുന്നത്. ഇനി ഈ സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. നമുക്കൊന്നുകൂടി കമ്പൈൻ ചെയ്ത് പഠിക്കാം. സഹസംയോജക സംയുക്തവും അയോണിക സംയുക്തവും കമ്പൈൻ ചെയ്ത് പഠിക്കാം. സഹസംയോജക സംയുക്തമാണെങ്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. ഇവ സാധാരണയായിട്ട് എന്തല്ല, വൈദ്യുത ചാലകങ്ങളല്ല. എന്നാൽ അയോണിക സംയുക്തം ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടില്ല, ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും വൈദ്യുതി കടത്തിവിടും. ഇനി അയോണിക സംയുക്തങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഉരുകൽ നിലയും ആയിരിക്കും. പക്ഷേ സഹസംയോജക സംയുക്തങ്ങൾക്ക് എങ്ങനെയാണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. ഇനി മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായ ഓർഗാനിക ലായകങ്ങളിൽ ഈ സഹസംയോജക സംയുക്തം ലയിക്കും, പക്ഷെ ജലത്തിൽ ലയിക്കില്ല. എന്നാൽ അയോണിക സംയുക്തം പൊതുവെ പോളാർ ലിക്വിഡ്സിൽ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പോളാർ ലായകങ്ങളിൽ, ജലം പോലുള്ള പോളാർ ലായകങ്ങളിൽ ലയിക്കും. ഓക്കെ, പിന്നെ സഹസംയോജക സംയുക്തങ്ങളാണെങ്കിൽ ഖരം, ദ്രാവകം, വാതകം ഈ അവസ്ഥകളിലൊക്കെ കാണപ്പെടും. ക്ലിയർ അല്ലേ? ഇതിങ്ങനെ കമ്പൈൻ ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി മലയാളത്തിൽ ഇതിന് വിദ്യുത് രണത എന്ന് പറയും. വിദ്യുത് രണത. അപ്പൊ ആ മലയാളം ടേം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇപ്പൊ ചാറ്റ് ജിപിടിയും പിന്നെ ജെമിനി ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വല്ല ട്രാൻസ്ലേഷൻ ചെയ്തിട്ടാണ് നമ്മളോട് വിദ്യുത് രണത എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോ ഈ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഹൈഡ്രജന്റെ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെയും ക്ലോറിന്റെ ഈ ഒരു ഇലക്ട്രോണിനെയും ഇവർ തമ്മിലാണ് ബന്ധനത്തിൽ ഏർപ്പെട്ടത് അല്ലെ. ഇവിടെ ഒരു ഏകബന്ധനം ഉണ്ട്. അപ്പോ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ഈ ഭാഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാന്ന് വിചാരിച്ചോളൂ. ഈ ക്ലോറിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ക്ലോറിന് അങ്ങനെയുള്ള ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ ഒന്ന് ആകർഷിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കുമല്ലോ. ഓക്കെ, അതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി താഴെ തന്നിട്ടുള്ള മറ്റു ഉദാഹരണങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ് എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ ആപേക്ഷിക കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്.
സഹസംയോജക ബന്ധനം കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ ആപേക്ഷിക കഴിവ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അളക്കാൻ, മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കെയിലാണ് ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലാണ് സർവ്വസാധാരണമായിട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് വേണ്ടി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ലിനസ് പോളിംഗിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ 0 നും 4 നും ഇടയിലുള്ള വിലകൾ 0 നും 4 നും ഇടയിലുള്ള വിലകളാണ് 0 നും 4 നും ഇടയിലുള്ള വിലകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നെഗറ്റിവിറ്റി സ്കെയിലിന്റെ മൂല്യം എന്ന് പറയുന്നത് 0 to 4 ആണ്. അപ്പോൾ ഈ സ്കെയിൽ അനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഓക്കെ, ഈ ലിനസ് പോളിംഗിന്റെ ഈ ഒരു സ്കെയിൽ അനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 3.98 ആണ്. PSCയുടെ മുൻവർഷ ചോദ്യമാണ്, അതൊന്ന് പഠിച്ചു വെക്കുക. 3.98 ആണ് ആരുടെ? ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് 3.98 ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫ്ലോറിൻ ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഏറ്റവും കുറവ് വരുന്നത് ഫ്രാൻസിയത്തിനാണ്. ഫ്രാൻസിയത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. 0.7 എന്താ നമ്മൾ പറഞ്ഞത്? ഈ ലിനസ് പോളിംഗിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ അനുസരിച്ച് 0ക്കും 4നും ഇടയ്ക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഫ്ലോറിൻ ആണ്, 3.98. ഏറ്റവും കുറവുള്ളത് ഫ്രാൻസിയത്തിനാണ്. ഫ്രാൻസിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സീസിയം ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും കുറവ് ഫ്രാൻസിയം. പിന്നെ ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ വാല്യൂ വരുന്നത് ആർക്കാണ്? ഓക്സിജൻ ആണ്. ഓക്സിജന് 3.44 ആണ് വരിക കേട്ടോ. ഫ്ലൂറിൻ, ഓക്സിജൻ, അത് കഴിഞ്ഞിട്ടാണ് ക്ലോറിന് വരിക. ക്ലോറിന് 3.16. അപ്പൊ ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ എന്ന രീതിയിലാണ് താഴേക്ക് 1, 2, 3 സ്ഥാനങ്ങളിലായിട്ട് വരുന്നത്. ഏറ്റവും കുറവുള്ളത് ഫ്രാൻസിയത്തിനാണ്. ഫ്രാൻസിയം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ബോക്സ് നോക്കാം. പോളിംഗ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിന്റെ ഒരു ഭാഗമാണ് മുകളിൽ തന്നിരിക്കുന്നത്. നമുക്ക് കൊടുത്ത ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അവിടെ നോക്കിയേ, ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഫ്ലോറിൻ 3.98. അത് കഴിഞ്ഞ് വരുന്നത് ഓക്സിജൻ 3.44. അത് കഴിഞ്ഞ് വരുന്നതാണ് ക്ലോറിൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആദ്യത്തെ 3 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ ഏറ്റവും കുറവ് വരുന്നത് ഫ്രാൻസിയം ആണ്. ഫ്രാൻസിയം 0.7. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സീസിയം 0.79 ആണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പൊസിഷൻ ഗോസ് ടു ഫ്ലോറിൻ, സെക്കൻഡ് ഓക്സിജൻ, തേർഡ് ക്ലോറിൻ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഫ്രാൻസിയം കഴിഞ്ഞാൽ ഫ്രാൻസിയത്തിന് തൊട്ട് മുകളിലായിട്ട് വരുന്നത് സീസിയം. 0.7 ആണ് ഫ്രാൻസിയം. ഏറ്റവും കുറവ് ഫ്രാൻസിയത്തിന്, പിന്നെ സീസിയം ആണ് 0.79. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, സംയുക്തങ്ങളിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 തുല്യമോ അതിലധികമോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7 തുല്യമോ അതിലധികമോ, അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിലെ വാല്യൂ നമ്മൾ പറഞ്ഞില്ലേ, 3.98, 3.16, 3.44 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സംയുക്തങ്ങളിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകളുടെ വ്യത്യാസം, ആ വ്യത്യാസം എന്ന് പറയുന്നത് 1.7 തുല്യമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ അത് അയോണിക സംയുക്തമായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സംയുക്തം എടുക്കുക, അതിലെ ഘടക മൂലകങ്ങളുടെ, ഇപ്പൊ നോക്കി ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ക്ലോറിന്റെ നമുക്കറിയാം 3.16 ആണ്, ഹൈഡ്രജന്റെ നമുക്കറിയാം 2.20 ആണെന്നുള്ളത്. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അത് 1.7 തുല്യമോ അല്ലെങ്കിൽ അതിലധികമോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും, ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ 1.7 കുറവാണെങ്കിൽ അത് സഹസംയോജക സ്വഭാവവും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇനി ഇവിടെ ഈ ബോക്സിൽ നമുക്ക് നോക്കാം ഓരോ സംയുക്തവും അത് അയോണിക സംയുക്താണോ സഹസംയോജക സംയുക്താണോ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ അയോണിക സംയുക്താണോ സഹസംയോജക സംയുക്താണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അയോണിക സംയുക്താണെങ്കിൽ ആ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു ലോഹവും ഉണ്ടായിരിക്കും, ഒരു അലോഹവും ഉണ്ടായിരിക്കും അല്ലെ. ഇനി സഹസംയോജക സംയുക്താണെങ്കിൽ അതെന്താണ്? രണ്ടും അലോഹങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ക്ലോറൈഡ് പോലെ. മനസ്സിലാവുന്നുണ്ടോ?
ഇനി നമുക്ക് ഇതിന്റെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിലെ വ്യത്യാസം മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറെ എണ്ണത്തിന്റെയൊക്കെ വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം. വാല്യൂസ് ആ സ്കെയിലിലെ വാല്യൂസ്. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫ്ലോറിൻ, ഓക്സിജൻ, ക്ലോറിൻ, പിന്നെന്താണ് ഫ്രാൻസിയം, പിന്നെ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതാണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ്, അപ്പൊ സോഡിയത്തിന്റെ വാല്യൂ എത്രയാണ്? 0.93 ആണ്. ക്ലോറിന്റെ വാല്യൂ 3.16 ആണ്. ഇത് ജസ്റ്റ് മൈനസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലോറിന്റെ ആണ് എന്ത്? 3.16. മുകളിൽ ആ ഒരു ബോക്സിൽ നോക്കാം നമുക്ക്. നോക്കാം, ക്ലോറിന്റെ വാല്യൂ കണ്ട, ക്ലോറിന്റെ വാല്യൂ 3.16 ആണ് ക്ലോറിന്റെ വാല്യൂ. സോഡിയത്തിന്റെ വാല്യൂ 0.93. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുക. ഈ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 1.7 അല്ലെങ്കിൽ 1.7 എബോവോ ആണെങ്കിൽ അതെന്താണ്? അത് അയോണിക സ്വഭാവമുള്ളതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, സോഡിയം ക്ലോറൈഡ്. ആദ്യം നമുക്ക് സോഡിയം ക്ലോറൈഡ് നോക്കാം. സോഡിയം ക്ലോറൈഡിന്റെ വാല്യൂ 3.16 മൈനസ് 0.93 ആണ് വരുന്നത്. ഓക്കെ, സോഡിയത്തിന്റെ വാല്യൂ എടുക്കുക, അതുപോലെ തന്നെ ക്ലോറിന്റെ വാല്യൂ എടുക്കുക. അത് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ നോക്കാം എത്രയാണ്? 3.16 മൈനസ് 0.93 ചെയ്യുമ്പോൾ 2.23 ആയിരിക്കും ഇവിടെ കിട്ടുക. 2.23. ഓക്കെ, 2.23. ഇത് 1.7 എബോവ് ആണല്ലോ. 1.7 എബോവ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിന് അയോണിക സംയുക്തമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് 3.16. ഏതാ? ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ആണ് കേട്ടോ. അപ്പൊ ക്ലോറിന്റെ വാല്യൂ 3.16 തന്നെ. ഹൈഡ്രജന്റെ 2.20 ആണ്. 2.20 ഒന്ന് മൈനസ് ചെയ്യട്ടെ. 2.20 ആണ്. അപ്പൊ നമുക്ക് 0.96 എന്ന് കിട്ടും. 0.96 അതെന്താണ്? സഹസംയോജകമാണ്. മനസ്സിലായത് ചെയ്തത് എങ്ങനെയാണ്? ഇനി ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒരു വർക്കായിട്ട് തരികയാണ്. സോഡിയം ഓക്സൈഡ് Na2O. അപ്പൊ എന്ത് ചെയ്യുക? സോഡിയത്തിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, ഓക്സിജന്റെ വാല്യൂ കൊടുക്കുക, വലുതിന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ 1.7 1.7 എബോവ് ആണെങ്കിൽ അയോണിക ആയിരിക്കും. 1.7 ബിലോ ആണെങ്കിൽ സഹസംയോജകമായിരിക്കും. അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ: ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ ഫ്രാൻസിയം, പിന്നെ വരുന്നത് ഹൈഡ്രജൻ, പിന്നെ നൈട്രജൻ, കാർബൺ. ഇത്രയും കാര്യങ്ങൾ മാത്രം ബൈഹാർട്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ CC ഒന്നും വേണമെന്നില്ല. ഫ്രാൻസിയം ജസ്റ്റ് ഏറ്റവും കുറവെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം. ഏറ്റവും കൂടുതലുള്ളത് ഫ്ലോറിൻ ആണ്. 3.98 ആണ് ഫ്ലോറിന് വരുന്നത്. പിന്നെ വരുന്നത് ഓക്സിജൻ ആണ്. 3.44 ആണ്. ക്ലോറിന് 3.16 ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ഫ്രാൻസിയം ആണ്. ഈ 4 പേര് കൂടാതെ നമുക്ക് കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ കൂടി വാല്യൂ പഠിച്ചു വെക്കാം. ഇടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യുക. അപ്പൊ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ അല്ലെ? ഇനി പോളാർ സ്വഭാവം എന്താണ് എന്ന് നോക്കാനായിട്ട് പോകുന്നത്. പോളാർ സ്വഭാവം, പോളാർ നേച്ചർ. ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായിട്ട് ആകർഷിക്കുന്നു. ഉദാഹരണം H2, N2, O2 എന്നിവ. എന്താണ്? ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്? തുല്യമാണ്. അപ്പൊ നോക്കിയേ, ഓക്സിജനും O2 ആണ്. അപ്പൊ 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ എന്താണ്? ഒരു ഡബിൾ ബോണ്ട് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവർക്ക് എന്താണ്? ഒരേപോലെയാണ് ഇവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടും വലിവില്ല, കൂടുതൽ അങ്ങോട്ടും വലിവില്ല. ഇലക്ട്രോൺ ജോഡിയെ തുല്യമായിട്ടാണ് അവ ആകർഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ദ്വയാറ്റോമിക മൂലകങ്ങളിലെല്ലാം, ഹൈഡ്രജൻ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും എല്ലാം. എന്നാൽ സംയുക്ത തന്മാത്രകളിൽ ഇങ്ങനെയല്ല വരിക. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്ര പരിഗണിക്കുമ്പോൾ HCl തന്മാത്രയുടെ കേസിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂല്യം 2.2 ആണ്. 2.2 ആണ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂല്യം എന്ന് പറയുന്നത്. ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂല്യം 3.16 ആണ്. 3.16. അപ്പോ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ഏത് മൂലക ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് കൂടുതൽ ആകർഷിക്കാനായിട്ട് സാധ്യത? ഏതായിരിക്കും കൂടുതൽ ആകർഷിക്കുക? കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഏതാണോ അതായിരിക്കും ആകർഷിക്കുക.
അപ്പൊ ഇവിടെ ഈ HCl കേസിൽ ക്ലോറിൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ജോഡിയെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ കൂടുതലായിട്ട് ആകർഷിക്കും. ഇതിന്റെ ഫലമായിട്ട് ക്ലോറിന് ഭാഗിക നെഗറ്റീവ് ചാർജ് കണ്ടോ, ഡെൽറ്റ നെഗറ്റീവ് എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഹൈഡ്രജന് ഭാഗിക പോസിറ്റീവ് ചാർജും കൈവരുന്നു. ഇതിനെ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈഡ്രജനെയും ക്ലോറിനെയും വെച്ച് നോക്കുമ്പോൾ HCl എന്ന് പറയുന്ന ഒരു സംയുക്തത്തില് ഹൈഡ്രജനെയും ക്ലോറിനെയും വെച്ച് നോക്കുമ്പോൾ ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് കൂടുതൽ, 3.16 ആണ്. ഈ 3.16 ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ക്ലോറിൻ ഇവർ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിനെ കൂടുതലായിട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നെഗറ്റീവ് ചാർജും കിട്ടും, ഹൈഡ്രജന് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജും ലഭിക്കും, ഭാഗികമായിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജും ലഭിക്കും. ഓക്കെ, അതിന് ഈ രീതിയിൽ ഡെൽറ്റ പോസിറ്റീവ് എന്നും ഡെൽറ്റ നെഗറ്റീവ് എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആറ്റങ്ങളിൽ ഭാഗികമായ വിപരീത വൈദ്യുത ചാർജ് രൂപീകരിക്കപ്പെട്ട സഹസംയോജക തന്മാത്രകളെയാണ് പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. പോളാർ തന്മാത്ര ക്ലിയർ ആയല്ലോ. ആറ്റങ്ങൾക്കിടയിൽ ഇതുപോലെ ഭാഗികമായിട്ടുള്ള വിപരീത ചാർജ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ രൂപീകരിക്കപ്പെട്ട സഹസംയോജക തന്മാത്രകളെയാണ് എന്ത് ചെയ്യുന്നത്, പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ CO, HF, HCl, H2O, NH3 ഇതൊക്കെ എന്താണ്, പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഈ പോളാർ സംയുക്തങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പോളാർ സംയുക്തം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പോളാർ സംയുക്തം ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചെഴുതാം. ഓക്കെ അല്ലേ? അപ്പോ ആറ്റങ്ങൾക്കിടയിൽ ഭാഗികമായ വിപരീത ചാർജ് രൂപീകരിക്കപ്പെട്ട സഹസംയോജക തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ജലം ഒരു പോളാർ തന്മാത്ര എന്ന് തന്നിരിക്കുന്നു. അവിടെ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ജലം ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിന്റെ വിഭിന്ന സവിശേഷതകൾക്ക് കാരണം അതിന്റെ പോളാർ സ്വഭാവമാണ്. തന്മാത്രയുടെ പോളാർ സ്വഭാവം മൂലം അവയ്ക്കിടയിൽ ഹൈഡ്രജൻ ബന്ധനം എന്ന സവിശേഷമായ ആകർഷണവും നിലനിൽക്കുന്നുണ്ട്. മോളിക്കുലാർ മാസ് കുറവായിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യാനുള്ള കാരണം ഹൈഡ്രജൻ ബന്ധനമാണ്. കാർബണികവും അകാർബണികവുമായിട്ടുള്ള നിരവധി സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാകാൻ ജലത്തിന് കഴിയുന്നതിന് കാരണവും ഈ പോളാർ സ്വഭാവം തന്നെയാണ്. ജലം എന്ന് പറയുന്നത് ഒരു പോളാർ സംയുക്തമാണ്. ജലം ഒരു പോളാർ സംയുക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പോളാർ തന്മാത്ര അല്ലെങ്കിൽ പോളാർ സംയുക്തം ആയതുകൊണ്ടാണ് ഇതിന് എന്താണ് വെറൈറ്റി സ്വഭാവമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പോളാർ സംയുക്തമാണ് എന്നുള്ളത് കൊണ്ട് ഇവയ്ക്കിടയിൽ ഒരു ഹൈഡ്രജൻ ബന്ധനം എന്ന സവിശേഷമായിട്ടുള്ള ആകർഷണവും ഉണ്ട്. ജലത്തിന് മോളിക്കുലാർ മാസ് കുറവ്, അതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ജലത്തിന് മോളിക്കുലാർ മാസ് കുറവാണ്. യെറ്റ് ജലം ദ്രാവക അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത് ഇതിനിടയിലുള്ള ഹൈഡ്രജൻ ബന്ധനം കാരണമാണ്. ഹൈഡ്രജൻ ബന്ധനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. കാർബണികവും അകാർബണികവുമായിട്ടുള്ള നിരവധി സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകം എന്നറിയപ്പെടുന്ന ജലമാണ്. സാർവിക ലായകമായി ജലം തുടരുന്നതിന്റെ കാരണവും ഇതിന്റെ പോളാർ സ്വഭാവം തന്നെ ആണ്. ഇനി ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തന്മാത്രകളുടെ പോളാർ സ്വഭാവവും തന്മാത്രകളുടെ ജ്യാമിതീയ ആകൃതിയും. അപ്പൊ സഹസംയോജക സംയുക്തങ്ങളുടെ പോളാർ സ്വഭാവം നിർണയിക്കുന്നതിൽ തന്മാത്രകളുടെ ജ്യാമിതീയ ആകൃതിയും ഒരു ഘടകമാണ്. സഹസംയോജക സംയുക്തങ്ങളുടെ പോളാർ സ്വഭാവം നിർണയിക്കുന്നതിൽ തന്മാത്രകളുടെ ജ്യാമിതീയ ആകൃതിയും ഒരു ഘടകം തന്നെ. കാർബൺ ഡയോക്സൈഡ്, CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, BeF2 പോലെയുള്ള തന്മാത്രകളിൽ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും അവ പോളാർ സ്വഭാവം പ്രകടിപ്പിക്കാത്തതിന് കാരണം ജ്യാമിതീയ ആകൃതിയുടെ പ്രത്യേകത മൂലമാണ്. ഇത്രയും പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ തന്മാത്രകളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സഹസംയോജക സംയുക്തങ്ങളിൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ തന്മാത്രകളുടെ ജ്യാമിതീയ ആകൃതിക്ക് ഒരു പ്രത്യേക ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാർബൺ ഡയോക്സൈഡ്, CCl4, BeF2 പോലുള്ള തന്മാത്രകളിൽ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ഇത് തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവ പോളാർ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ഇതിന്റെ ഈ ജ്യാമിതീയ ആകൃതിയിലുള്ള വ്യത്യാസമാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. പോളാർ സ്വഭാവം എന്താന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ജലത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ജല തന്മാത്രകളുടെ ഇടയിൽ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ബന്ധനം ഉണ്ട്. H2O എന്ന് പറയുമ്പോൾ അതിലെ ആ ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിന്റെ വിഭിന്ന സവിശേഷതകൾക്ക് കാരണം അതിന്റെ പോളാർ സ്വഭാവമാണ്. ഈ പോളാർ സ്വഭാവം മൂലം അതിനിടയ്ക്ക് എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ബന്ധനം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ എന്താണ് ഈ ഹൈഡ്രജൻ ബന്ധനം എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഹൈഡ്രജൻ ബന്ധനം. ഓക്കെ, ഹൈഡ്രജൻ ബന്ധനം. ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന ഹൈഡ്രജനിൽ ഭാഗിക പോസിറ്റീവ് ചാർജും, ഇങ്ങനെ ഭാഗിക പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ മറ്റൊരു തന്മാത്രയിലെയോ അതേ തന്മാത്രയിലെയോ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള വൈദ്യുതാകർഷണ ബലമാണ് ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്നത്. ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റം, അതായത് ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആർക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആർക്കൊക്കെയാണ്? ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഹൈഡ്രജനിൽ എന്തായിരിക്കും? ഭാഗികമായ പോസിറ്റീവ് ചാർജ് രൂപപ്പെടും. അപ്പൊ നോക്കിയേ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കേസ് ആണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ, ഈ ഹൈഡ്രജൻ എന്തായിരിക്കും? ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ആണ് ഫോം ചെയ്യുക. കാരണം എന്ത് ചെയ്യും? ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കും അല്ലെ, ആറ്റങ്ങളെ ഓക്സിജൻ വലിക്കും. അപ്പൊ ഇവിടെ നെഗറ്റീവ് നേച്ചറും വന്നു. അപ്പൊ ഇതിനെന്താണ്? ഒരു പോളാർ സ്വഭാവം കൈവന്നല്ലോ. ഇങ്ങനെ ഭാഗിക പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജനും മറ്റൊരു തന്മാത്രയിലെയോ അല്ലെങ്കിൽ അതേ തന്മാത്രയിലെയോ തന്നെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലുള്ള വൈദ്യുതാകർഷണ ബലമാണ് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ജലത്തിന്റെ സവിശേഷ സ്വഭാവങ്ങൾക്ക് ഒരു കാരണം തന്മാത്രകൾക്കിടയിലുള്ള ഹൈഡ്രജൻ ബന്ധനമാണ്. ഐസിന്റെ സാന്ദ്രത ജലത്തിനേക്കാൾ കുറഞ്ഞിരിക്കുന്നതും എന്തുകൊണ്ടാണ്? കാരണം ഹൈഡ്രജൻ ബന്ധനം തന്നെയാണ്. ഐസിന്റെ സാന്ദ്രത ജലത്തിനേതിനേക്കാൾ കുറഞ്ഞിരിക്കാനുള്ള കാരണവും ഹൈഡ്രജൻ ബന്ധനമാണ്. ഹൈഡ്രജൻ ബന്ധനം എന്താണെന്നുള്ളത് മനസ്സിലായി. ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന ഹൈഡ്രജനിൽ ഭാഗികമായിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് രൂപപ്പെടും. ഇങ്ങനെ ഭാഗിക പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ അതേ തന്മാത്രയിലെയോ അല്ലെങ്കിൽ മറ്റൊരു തന്മാത്രയിലെയോ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള വൈദ്യുതാകർഷണ ബലത്തിനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്നത്. ഇപ്പൊ ജലത്തിന്റെ ഈ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണം അതിനിടയിലുള്ള ഹൈഡ്രജൻ ബന്ധനമാണ്. ഓക്കെ, ഇനി ഐസിന്റെ സാന്ദ്രത ജലത്തിനേതിനേക്കാൾ കുറഞ്ഞിരിക്കാനുള്ള കാരണവും ഈ ഒരു ഹൈഡ്രജൻ ബന്ധനം തന്നെയാണ്. ഓർത്തു വയ്ക്കുക. ഇനി ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ നോക്കുക. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈഡ്രജൻ ആണ് സാധാരണയായി ഹൈഡ്രജൻ ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഹൈഡ്രജൻ ബന്ധനത്തിൽ ഏർപ്പെടുന്ന എന്താണ്? ഏത് ഹൈഡ്രജൻ ആണ് സാധാരണയായിട്ട് ഹൈഡ്രജൻ ബന്ധനത്തിൽ ഏർപ്പെടുന്നതെന്നാണ്. അത് ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അവയുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈഡ്രജൻ ആണ് സാധാരണയായിട്ട് ഹൈഡ്രജൻ ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അമോണിയ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF എന്നീ തന്മാത്രകളും പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നീ ജൈവ തന്മാത്രകളും ഹൈഡ്രജൻ ബന്ധനത്തിനുള്ള തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. ഇവിടുന്നൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന ഹൈഡ്രജൻ ആണ് സാധാരണയായിട്ട് ഹൈഡ്രജൻ ബന്ധനം ഉണ്ടാവുന്നത്. അതുപോലെ അമോണിയ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, പിന്നെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഇതൊക്കെ ഹൈഡ്രജൻ ബന്ധന തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സംയോജകതയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. തുടർന്ന് സംയോജകത മുതൽ നമ്മൾ പാർട്ട് 3 ക്ലാസ് ആയിട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാമും ആക്സസ് ചെയ്യുക. മെയ് ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പെയ്ഡ് LP UP ക്ലാസിന്റെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ടെലഗ്രാമിലായിരിക്കും അവൈലബിൾ ആവുക. താങ്ക് യു ഓൾ.